ഹലോ ഗായ്സ്, അൺലിമിറ്റഡ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പൂജാമുറിയിലൊക്കെ നല്ല ഫ്രഷ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചന്ദനത്തിരിയും കാര്യങ്ങളൊക്കെ അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇന്നൊരു ചന്ദനത്തിരി ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലത്തെ നീളമുള്ള ചന്ദനത്തിരി അല്ല, കുട്ടി ചന്ദനത്തിരി. അപ്പൊ ഇത് കൂടുതലായിട്ട് നോർത്ത് ഇന്ത്യൻ സൈഡുകളിലൊക്കെ ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് റോസാപ്പൂ ഉണങ്ങിയത് എടുത്തിട്ടുണ്ട്. റോസാപ്പൂ തന്നെ വേണമെന്നില്ല, നമ്മൾ പൂജാ റൂമിൽ ഉപയോഗിക്കുന്ന ഉണങ്ങിയ പൂക്കളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ എടുക്കുകയാണ്. അപ്പൊ റോസാപ്പൂ ആണ് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഉണങ്ങിയതാണ്. അതിനെ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ അത് ഇതുപോലെ നന്നായിട്ട് പൊടിച്ച് നമ്മളെ തരിതരിയായിട്ട് ഇങ്ങനെ പൊടിച്ചു കെട്ടിയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി അങ്ങ് പൗഡർ ആക്കുമൊന്നും വേണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ പൊടിച്ചെടുത്ത റോസാപ്പൂവിന്റെ പൗഡർ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് മാരിഗോൾഡ്, അതായത് നമ്മുടെ ജമന്തി, ബന്തി എന്നൊക്കെ പറയുന്ന പൂവില്ലേ, അത്തപ്പൂവൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്ന അത് നമ്മൾ അതുപോലെ തന്നെ നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മൾ ഈ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഞങ്ങളുടെ പത്തനംതിട്ട സൈഡിലൊക്കെ ഇതിന് കൂടുതലും ബന്ദിപ്പൂ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ബന്ദിപ്പൂ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനെയും കൂടെ നമ്മുടെ ഈ റോസാപ്പൂവിന്റെ പൊടിച്ചു വെച്ചിരിക്കുന്ന അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ടും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചന്ദനത്തിന്റെ പൊടിയാണ്, അതായത് സാൻഡൽവുഡ് പൗഡർ. അതൊരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് നമ്മൾ പച്ചക്കർപ്പൂരം, അതായത് കർപ്പൂരം നമ്മൾ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ച ശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിൽ ആണ്. അപ്പൊ ഞാനിവിടെ പാരച്യൂട്ടിന്റെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള കോക്കനട്ട് ഓയിൽ ഏത് കമ്പനിയുടെ ആണെന്ന് വെച്ചാൽ യൂസ് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ പാരച്യൂട്ടിന്റെ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് റോസ് വാട്ടർ ആണ്. റോസ് വാട്ടർ അതുപോലെ തന്നെ ഏത് കമ്പനിയിലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ അധികം കെമിക്കൽസും കാര്യങ്ങളും ഒന്നും ചേർക്കാതാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ എക്സ്ട്രാ മണത്തിനും കാര്യങ്ങൾക്കും ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇതൊക്കെ നമ്മൾ മുഖത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരിക്കുന്ന റോസ് വാട്ടറും കാര്യങ്ങളും ഒക്കെയാണ്. അടുത്തായിട്ട് നമ്മൾ കർപ്പൂരം ചേർത്തില്ല. ആ കർപ്പൂരം നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിച്ച് ആദ്യം തന്നെ കർപ്പൂരം നന്നായി പൊടിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. റോസ് വാട്ടറും കോക്കനട്ട് ഓയിലും എല്ലാം കൂടെ മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ നെയ്യ് എടുത്തിരിക്കുകയാണ്. ഒരു 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഇതിലേക്ക് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യുടെയൊക്കെ നല്ലൊരു മണം അപ്പൊ നമ്മുടെ ഈ ചന്ദനത്തിരിക്ക് കിട്ടും. അപ്പൊ നെയ്യ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ്. റോസ് വാട്ടറും കാര്യങ്ങളും ആദ്യം തന്നെ എണ്ണ നമ്മളൊരു കോക്കനട്ട് ഓയിൽ ഒരു 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. റോസ് വാട്ടർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ എക്സ്ട്രാ വേറെ വെള്ളവും കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല, റോസ് വാട്ടർ ചേർത്താണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരിക. ഇടയ്ക്കൊന്ന് കട്ടിയാവുന്നു തോന്നുമ്പോൾ കുറച്ചുകൂടെ റോസ് വാട്ടർ തളിച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. വാട്ടറൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് ഇങ്ങനെ പൊത്തി വെക്കുക. നന്നായിട്ട് കുഴഞ്ഞത് ഇതുപോലെ ഒരുപാട് ലൂസ് ആയൊന്നും പോകരുത്. അപ്പൊ നമ്മുടെ ചന്ദനത്തിരി ഒരിക്കലും ഷേപ്പിലൊന്നും കിട്ടത്തില്ല. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത ശേഷം നമ്മൾ ഇതിനെ ഒരു മോൾഡ് പോലെയാണ് തയ്യാറാക്കുന്നത്. അപ്പൊ മോൾഡൊക്കെ കയ്യിലുള്ളവരുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക. ആ മോൾഡിനകത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പൊ മോൾഡ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ഒരു അത്യാവശ്യം കട്ടിയുള്ള പേപ്പർ എടുക്കുക. ഇപ്പൊ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ കട്ടിയുള്ളൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് സാധാരണ ഒരു ബോണ്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മളൊരു സൈഡിൽ ഇങ്ങനെ കോൺ പോലെ കുത്തത്തില്ലേ, നമ്മൾ കപ്പലിന്റെയൊക്കെ ഇടാനൊക്കെ കുത്തുന്ന പോലെ ചെറുതായിട്ട് കുട്ടിയായിട്ട് നമ്മളിങ്ങനെ അരികു ചേർത്ത് മടക്കി ഒരു കോൺ പോലെ എടുക്കുകയാണ്. അപ്പൊ മുകളിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഭാഗം ഒത്തിരി നമുക്ക് വേണ്ട, ചെറിയൊരു ഷേപ്പിൽ മതി. അപ്പൊ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാണ്. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഫില്ലിങ് നിറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പൊ ആദ്യം ഞാൻ 1-2 എണ്ണം ചെയ്തായിരുന്നു. അപ്പം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം 1-2 കുമ്പിൾ നമ്മൾ നേരത്തെ കുത്തി വെച്ചേക്കണം. കാരണം ഇത് പേപ്പർ ആയതുകൊണ്ട് ഇതിന് വെള്ളം നനവൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഈ പേപ്പർ നമുക്ക് അലുത്തു പോകും. അതുകൊണ്ട് 1-2 എണ്ണം ചെയ്ത് വെച്ചേക്കുക. മോൾഡോ അല്ലെങ്കിൽ കട്ടിയുള്ള പേപ്പറോ ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഒരു പേപ്പർ തന്നെ മുഴുവൻ ചെയ്ത് എടുക്കാൻ പറ്റും. നന്നായിട്ട് ഇതിൽ നല്ല പോലെ പ്രസ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഐസ്ക്രീം ഒക്കെ നിറയ്ക്കുന്ന പോലെ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ നിറച്ചു കൊടുത്താൽ പോലെ നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പേപ്പർ ഇങ്ങനെ സൈഡ് ചേർത്ത് വിടുവിച്ചെടുക്കുകയാണ്. അപ്പൊ നമ്മൾ നല്ലതായിട്ട് കോണ് പോലെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ നല്ല ആകൃതിയിൽ നമ്മുടെ കുട്ടി നല്ല ഗോപുരം പോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാ കോണും നന്നായിട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ ഫുള്ള് നമ്മുടെ ഇങ്ങനെ ചന്ദനത്തിരി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന എക്സാക്ട്
ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മളൊന്ന് ഉണക്കിയെടുക്കാം. ഇപ്പൊ നല്ല വെയിലും കാര്യങ്ങളും ഒക്കെ ഉള്ള ദിവസമാണ്, അതുകൊണ്ട് ഉണങ്ങാൻ വലിയ താമസവും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു 2 മുതൽ 3 മണിക്കൂർ നേരം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. നല്ല അടിപൊളി വെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ചന്ദനത്തിരി നന്നായിട്ട് അടിപൊളിയായിട്ട് ഉണങ്ങി സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇതിനെ കത്തിച്ചു നോക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ അതേ നമ്മൾ വിളക്ക് കത്തിച്ചിട്ട് ആദ്യം ഒരു ചട്ടി വെക്കുക. നമ്മൾ ഇത് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പാടൊക്കെ വീഴും കേട്ടോ. കാരണം എന്താ അപ്പുറത്ത് ഇപ്പുറത്ത് കാണാൻ ചന്ദനത്തിരിയുടെ ഒക്കെ വീണതിന്റെ പാട് അവിടെയൊക്കെ കാണുന്നത്. അപ്പൊ ഒരു ചട്ടി വെക്കുക. ചട്ടി വെച്ചതിന് ശേഷം അങ്ങനെ ഒരു ഉപകാരം കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ചന്ദനത്തിരി ഒക്കെ കത്തിച്ച് കഴിയുമ്പോൾ നമ്മൾ എത്ര തൂറച്ചെന്ന് പറഞ്ഞാലും ഇതിന്റെ പൊടി ഇങ്ങനെ താഴോട്ട് വീഴുമ്പം അവിടെ എല്ലാം ഒരു പാട് പോലെ വരും. കണ്ടില്ലേ, ഈ വിളക്ക് കത്തിക്കുന്നിടത്തൊക്കെ പാട് പോലെ. അപ്പൊ ഇതാണെങ്കിൽ നമുക്ക് അങ്ങനെ പാടും കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പൊ നമ്മളൊരു ചട്ടി വെച്ചിട്ട് ചട്ടിക്കകത്ത് നിന്നും ഇതെടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് കത്തിച്ച്, നമ്മുടെ സാമ്പ്രാണിത്തിരി കത്തിക്കുന്ന പോലെ തന്നെ കത്തിച്ച് ഇതിലൊന്ന് തീ പിടിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ചട്ടിക്കകത്ത് തന്നെ വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ നന്നായിട്ട് നമ്മുടെ ചന്ദനത്തിന് നല്ല സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ ആ ചന്ദനത്തിന്റെയും അതുപോലെ തന്നെ കർപ്പൂരത്തിന്റെയും റോസാപ്പൂവിന്റെ എല്ലാം കൂടെ നല്ല അടിപൊളി സ്മെല്ല്. നമ്മൾ യാതൊരു കെമിക്കൽസും കാര്യങ്ങളും ഒന്നും അധികം യൂസ് ചെയ്യാതെ, ഇനിയിപ്പോ റോസ് വാട്ടറിലൊക്കെ നമ്മൾ എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ചേർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടെ, അല്ലാതെ നമ്മൾ എക്സ്ട്രാ മണത്തിനോ കാര്യങ്ങൾക്കോ പുകയ്ക്കോ ഒന്നും വേണ്ടിയിട്ട് എക്സ്ട്രാ കെമിക്കൽസ് കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നല്ല അടിപൊളി ചന്ദനത്തിരി നല്ല മണം ഉണ്ടായിരുന്നു. അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നല്ല പുകയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ഒക്കെ ഇടാനുള്ള ഒരു പ്രചോദനം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കുക. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.